ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. AKGSMA ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.25 കിലോ സ്വർണ്ണ സമ്മാനം. 18 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു. ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി, മഞ്ചേരി റോഡ്, വണ്ടൂർ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ വീണ്ടും PV അൻവർ MLA. മഞ്ചേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി കോടതിയിൽ PV അൻവർ MLAക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത സാഹചര്യത്തിലാണ് PV അൻവർ മറുപടിയുമായി രംഗത്ത് വന്നത്. താൻ ഉന്നയിച്ച ഒരു വിഷയത്തിലും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആകെ ചെയ്തത് അജിത് കുമാറിനെ ഒരു കസേരയിൽ നിന്നും മറ്റൊരു കസേരയിലേക്ക് മാറ്റി എന്നു മാത്രമാണ്. കണ്ണിൽ പൊടിയിടാനാണ് P. ശശി ഇപ്പോൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതെന്നും PV അൻവർ പറഞ്ഞു. DGP മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ DGPയുടെ റിപ്പോർട്ടിൽ 3 അന്വേഷണം കൂടി പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തത്. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. ഞാൻ P. ശശിക്കെതിരെയും ADGP അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഉന്നയിച്ച വിഷയങ്ങൾ അതുപോലെ നിൽക്കുകയാണ്. ആ വിഷയങ്ങളിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുകയോ ആ വിഷയങ്ങളിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിലുള്ള ചില നിലപാടുകൾ എടുക്കുകയോ ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് പൂരം കലക്കിയ അല്ലെങ്കിൽ പൂരം കലക്കിക്കാൻ നേതൃത്വം നൽകിയ ADGP അജിത് കുമാറിനെ ഒരു കസാരയിൽ നിന്ന് മറ്റൊരു കസാരയിലേക്ക് മാറ്റിയതാണ്. മാത്രമല്ല, അതിൽ വലിയ കള്ളക്കളി ഗവൺമെന്റ് നടത്തിയത് ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് DGP നൽകിയ റിപ്പോർട്ട്. അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കാൻ ശ്രമം നടന്നു. അത് നടക്കാതെ വന്നപ്പോൾ അവസാനം ഗവൺമെന്റ് തന്നെ അദ്ദേഹത്തെ സ്ഥാനാചലനത്തിന് മാത്രം വിധേയമാക്കി. DGP കൊടുത്ത റിപ്പോർട്ടിൽ 3 അന്വേഷണം കൂടി പ്രഖ്യാപിച്ചു വിഷയത്തിൽ. അങ്ങനെ ആളുകളെ കണ്ണിൽ പൊടിയിട്ട് നിർത്തുക. വലിയ ആവേശത്തോടു കൂടി പറഞ്ഞിരുന്ന CPI ഒന്നും കാണാൻ പോലുമില്ല. കാരണം ഇടതുപക്ഷ കക്ഷികൾ അത് ഏറ്റെടുത്തു. ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞാൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഏത് വഴിക്ക് പോയെന്ന് കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ അന്വേഷിക്കുകയാണ്. ചേലക്കരയിൽ DMK നേട്ടമുണ്ടാക്കുമെന്നും CPM-ൽ നിന്നും DMKക്ക് വോട്ടുകൾ ലഭിച്ചതിനാൽ പാലക്കാട് CPM-ന് കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നും അൻവർ പറഞ്ഞു. അതോടൊപ്പം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് 150 കേസാണ് പോലീസ് പിടിച്ചതായിട്ട് റെക്കോർഡുള്ളതായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ കൊടുത്ത മൊഴിയിൽ അന്ന് പറഞ്ഞത് ഈ 150 പേരിൽ ഒരു 10 പേരെങ്കിലും വിളിച്ചിട്ട് ഇവരെ ഈ സ്വർണം എങ്ങനെ കൊണ്ടുവന്നു, എങ്ങനെ എയർപോർട്ട് ക്ലോസ് ചെയ്തു, എങ്ങനെ പോലീസ് പിടിച്ചു, എവിടേക്ക് കൊണ്ടുപോയി, എത്രയായിരുന്നു സ്വർണം, എത്രയാണ് കോടതിയിൽ കൊടുത്തത്, ഏത് തട്ടാൻ്റെ അടുത്തായിക്കാണ് പോയത്, ഒരന്വേഷണം ഉണ്ടായിട്ടില്ല. പത്രക്കാരായ നിങ്ങളെ തന്നെ കൂട്ടിയിട്ട് ഒഫീഷ്യൽ അപ്രൈസർ എന്ന് പറയുന്ന ഉണ്ണി എന്ന് പറയുന്ന സ്വർണ്ണപ്പണിക്കാരന്റെ സ്വത്തുവകകൾ നിങ്ങൾക്കേ കാണിച്ചിട്ടുണ്ട്. 2 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ഒരന്വേഷണവും നടത്തിയിട്ടില്ല. എയർപോർട്ടിൽ രാത്രി 10 മണിക്ക് ശേഷം എയർപോർട്ട് പരിസരത്തെ കടകൾ തുറക്കാൻ പാടില്ല എന്ന അന്നത്തെ SP സുജിത് ദാസ് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2 വർഷക്കാലത്തോളം ആ എയർപോർട്ട് പരിസരത്തെ കടകൾ മുഴുവൻ അടിപ്പിച്ചു. എയർപോർട്ട് നിങ്ങൾക്കറിയാം, രാപ്പകല് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എയർപോർട്ട്. രാത്രി കാലങ്ങളിൽ നേരം വെളുക്കുന്നവരെ ഫ്ലൈറ്റ് ഉണ്ട്. 100 കണക്കിന് ജോലിക്കാരുടെ വർക്ക് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടിന്റെ മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത് രാത്രിയിലാണ്. ഇവരൊക്കെ പട്ടിണിയിലാക്കുന്ന ഒരു നിലപാടായിരുന്നു എടുത്തിരുന്നത്. ഈ കടകൾ, ഹോട്ടൽസ് ഒക്കെ അടച്ചിരുന്നു. ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. റിദാൻ ബാസിൽ കേസ് ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായിരുന്ന ആ കേസിനെ അട്ടിമറിക്കാൻ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കേസ് പുനരന്വേഷണത്തിന് ഇടവണ്ണ പോലീസ് ആപ്ലിക്കേഷൻ കൊടുത്ത് കോടതിയിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങി അതിനെ അട്ടിമറിച്ചു. മാമി കേസ് ഒരു അഡ്രസ്സും ഇല്ല, ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. അന്ന് കേസ് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ ക്രൈംബ്രാഞ്ച് SP ആ കേസ് 3 ദിവസമാണ് അന്വേഷിച്ചത്. അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ ആ കുടുംബം തൃപ്തരായിരുന്നു. 3ാമത്തെ ദിവസം അദ്ദേഹത്തെ പോലീസിൽ നിന്ന് തന്നെ മാറ്റി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി. അതുപോലെ തന്നെ സന്ദീപാനന്ദഗിരി കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത ക്രൈംബ്രാഞ്ച് DYSP കൊടുത്ത റിപ്പോർട്ട് ആദ്യം അന്വേഷിച്ച 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അവർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയെന്നും
CPM-ന്റെ ഉന്നതനായ നേതാവ് കാനായി രാജനെ ഉൾപ്പെടെയുള്ളവരെ ആ കേസിൽ ഉൾപ്പെടുത്താൻ അവരുടെ ഫോൺ റെക്കോർഡുകൾ അടക്കം അവർ ടാപ്പ് ചെയ്തു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 4 ആളുകളെ സസ്പെൻഡ് ചെയ്യാൻ യഥാർത്ഥ പ്രതികളെ പിടിച്ച DYSP കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് ഒരു പരാമർശമില്ല, ഒരു കാര്യവും നടന്നിട്ടില്ല. അപ്പോ ഇത് വലിയ വിഷയമായി എവിടെ ഈ ചേലക്കര തെരഞ്ഞെടുപ്പിൽ DMK പിന്തുണക്കുന്ന സുധീർ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു. അതിൽ വലിയ വോട്ട് വരുന്നത് CPM-ൽ നിന്നാണ്. എന്തുകൊണ്ടാണ്? അവിടെ പാർട്ടി സഖാക്കൾ വന്ന നേതാക്കളോട് മുഴുവൻ ചോദിച്ച ചോദ്യം അതാണ്, എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ല? അല്ല, PV അൻവർ പറഞ്ഞത് കളവാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ലീഗൽ സ്റ്റെപ്സ് PV അൻവറിനെതിരെ എടുത്തില്ല എന്നുള്ള ചോദ്യം ഉയർന്നു. ജനങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടണം. പാലക്കാട് അതിന്റെ വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോവുകയാണ് CPM-നെ സംബന്ധിച്ചിട്ട്. പാലക്കാട് BJP-യെ വിജയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരാർ എടുത്തിരിക്കുകയാണെന്നും അൻവർ MLA ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസും ഗവൺമെന്റും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കാൻ ബാധ്യസ്ഥരായ പ്രതിപക്ഷം നിലപാടെടുക്കാത്തതിന്റെ സാഹചര്യങ്ങൾ, ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ 3 സ്ട്രാറ്റജി ഇവിടെ രൂപീകരിച്ചത്. ആ സ്ട്രാറ്റജിയിൽ ഞങ്ങൾ വിജയം കണ്ടിട്ടുണ്ട്. പക്ഷേ 3ാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്ന പാലക്കാട്, അതവിടെ വിജയം UDF-ന് അനിവാര്യമാണ്. അത് നടക്കുമോ എന്ന കാര്യത്തിൽ വലിയ സന്ദേഹം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. അവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഈ പറയുന്ന രീതിയിൽ BJP-യുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമാണ്. അദ്ദേഹത്തിന് അനുകൂലമാക്കി അദ്ദേഹം എടുത്തിട്ടുള്ള സാഹചര്യങ്ങളെ മറികടക്കത്തക്ക രീതിയിലുള്ള ഒരു എക്സസൈസ് UDF-ന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല, തീരെ ഉണ്ടാവുന്നില്ല. എല്ലാവരും ഇപ്പൊ ഈ പറഞ്ഞ പോലെ വയനാട്ടിൽ നന്നായിട്ട് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് വന്ന് കേന്ദ്രീകൃതമായി വോട്ട് BJP-ക്കെതിരെ ചെയ്യുന്ന ആ ചിത്രമൊക്കെ മാറിയിട്ടുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കൃഷ്ണകുമാർ. അത് വലിയൊരു വിഷയം തന്നെയാണ്. പിന്നെ ആന്റി പിണറായി വോട്ട് CPM-ൽ നിന്നുള്ള വോട്ട്, ആ വോട്ട് പോകുന്നത് കൃഷ്ണകുമാറിനാണ്. പിന്നെ സരിന്റെ വോട്ട്, അതും കൂടെ കേട്ടത്, സരിൻ തന്നെ ആർക്ക് വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. സരിനും ഭാര്യയും സരിന്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളും ചെയ്യാൻ പോകുന്ന വോട്ട് BJP-ക്കാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ സരിന് ഒരു കാരണവശാലും ജയിക്കാൻ കഴിയില്ല, 3ാം സ്ഥാനത്താണ്. അപ്പോൾ സരിനെ ഈ വഴിയാധാരമാക്കിയ KPCC ലീഡർഷിപ്പിന് ഉള്ള ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന നിലക്ക് ആ വിഭാഗം സരിനടക്കം, ഒരുപക്ഷെ സരിന്റെ ഭാര്യ അടക്കം ചെയ്യുന്ന വോട്ട് കൃഷ്ണകുമാറിനാണ്. അതാണ് സരിനുമായി ഏറ്റവും അടുത്ത സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് കിട്ടിയ വിവരം. കാരണം ഒരു നിലക്കും 3ാം സ്ഥാനത്താണ്. 28,000 വോട്ടാണ് ഇപ്പൊ CPM-നുള്ളത്. 55,000 10 കൊല്ലം കൊണ്ട് താഴേക്ക് വന്നത്. ആ 28,000 വോട്ട് പോലും ക്യാപ്ചർ ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് CPM ഉള്ളത്. അതുകൊണ്ട് കോൺഗ്രസിനെ പാഠം പഠിപ്പിക്കാൻ BJP-ക്ക് വോട്ട് ചെയ്യാനാണ് സരിന്റെ ടീം പോലും തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണൽമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.